പത്തരമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ എൻ ജ്വല്ലറി, മോർത്തീസ് ജ്വല്ലറിയും കൂടെ ഉള്ള ആ ഒരു കോമ്പറ്റീഷനിൽ നമ്മൾ മോർത്തീസ് ജ്വല്ലറി തന്നെയാണല്ലോ വിജയിച്ചത്. അങ്ങനെ ആ ഒരു ഇത് സന്തോഷത്തിലൊക്കെ ആണെങ്കിൽ നമ്മൾ നയനടുത്താണെങ്കിൽ അവർ രണ്ട് വാക്ക് സംസാരിക്കാനൊക്കെ വേണ്ടി നമ്മൾ നയനയെ ക്ഷണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ സമയം നമ്മൾ നയന വന്നിട്ടാണെങ്കിൽ നമ്മൾ ആദർശിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ നേടിയ എല്ലാ വിജയത്തിനും പിന്നിലും അദ്ദേഹമാണ്, അദ്ദേഹം ഇല്ലെങ്കിൽ ഞാനില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം എൻ്റെ എല്ലാ വിജയത്തിനും എനിക്കൊരു കരുത്തായിട്ട് നിന്നത് എൻ്റെ ആദർശേട്ടൻ തന്നെയാണെന്നൊക്കെ നമ്മൾ നയന പറയുന്നുണ്ട്. നമ്മൾ ആ നയനാണെങ്കിൽ മുത്തശ്ശിനെ കുറിച്ചാണെങ്കിലും വീട്ടുകാരെ കുറിച്ചൊക്കെ ആണെങ്കിൽ സംസാരിക്കുന്നുണ്ട്. അപ്പം വീട്ടുകാരൊക്കെ ആണെങ്കിലും നല്ല സപ്പോർട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആണെന്ന് നമ്മൾ നയന പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ മുത്തശ്ശനാണെങ്കിൽ മുത്തശ്ശിയെടുത്ത് പറയുന്നുണ്ട്, എന്തായാലും ഒന്ന് വിളിച്ച് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നയന മോളെ ഒന്ന് വിളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് നമ്മൾ മുത്തശ്ശനാണെങ്കിൽ. ആ സമയത്ത് ഫോൺ നമ്മൾ അനിയുടെ കയ്യിലായിരിക്കുന്നത്. അപ്പം മുത്തശ്ശൻ്റെ കോള് വരുന്നത് കണ്ടിട്ട് നമ്മൾ അനിയാണെങ്കിൽ ആകെ ഞെട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം മുത്തശ്ശനാണെങ്കിൽ നയനയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ടോ, അപ്പം അവരടുത്തുള്ള ദേഷ്യങ്ങളും കാര്യങ്ങളൊക്കെ മാറിയോ എന്നൊക്കെ നമ്മൾ അനിക്ക് ഇങ്ങനെ ഒരു ഡൗട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ നമ്മൾ അനി അങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എന്തായാലും ഫോൺ ഞാൻ എടുക്കുന്നില്ല, എന്തായാലും എടുത്തു കഴിഞ്ഞാൽ മുത്തശ്ശൻ ആകെ ചമ്മി നിൽക്കുമല്ലോ, അപ്പോൾ അതുകൊണ്ട് വേണ്ട, ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല എന്നൊക്കെ ഇങ്ങനെ അനിയാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. നമ്മൾ അനി ചിന്തിക്കുന്നത് എന്തായാലും നയനേടത്തി വരട്ടെ, വന്ന ശേഷം നയനേടത്തി തന്നെ മിസ് കോൾ കാണുമ്പോൾ തിരിച്ച് വിളിച്ചോളുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അനിയാണെങ്കിൽ ഫോണൊക്കെ മാറ്റുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, അത് ചിലപ്പോൾ ഇനി മോള് തിരക്കായിരിക്കും, അതുകൊണ്ടായിരിക്കും മോള് ഫോൺ എടുക്കാത്തതെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും മോള് തിരിച്ചിങ്ങോട്ട് വിളിച്ചോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മളെ മുത്തശ്ശി പറയുന്നുണ്ട്, ഇനിയെങ്കിലും ആദർശ് മോനടുത്ത് എല്ലാ സത്യങ്ങളും നമുക്ക് പറഞ്ഞൂടെ, കാര്യം ഈ വയ്യാതിരിക്കുമ്പോഴത്തെ ടൈമിലാണ് മോൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇപ്പോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ വരച്ചിട്ടാണെങ്കിൽ ഈ ഒരു വിജയം പിന്നെ നേടിയെടുത്തെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മളെ മുത്തശ്ശൻ പറയുന്നുണ്ടില്ല, ആദർശിൻ്റെ അടുത്ത് പറയാൻ ഉള്ള സമയമായിട്ടില്ല എന്നൊക്കെ പറയുന്നു. അങ്ങനെ മുത്തശ്ശനാണെങ്കിൽ പറയുന്നുണ്ട്, എന്തായാലും ആദർശാണെങ്കിൽ ആ ഒരു ശത്രുവിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടല്ലോ, ഇനി അയാളെ കണ്ടുപിടിച്ചാൽ മാത്രം മതി എന്നൊക്കെ നമ്മളെ മുത്തശ്ശൻ പറയുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ നമ്മളെ മുത്തശ്ശി പറയുന്നുണ്ട്, എന്തായാലും അവൻ്റെ പേര് പോലെ തന്നെ അവൻ്റെ സ്വഭാവവും നാഗത്തിൻ്റെ സ്വഭാവം തന്നെ ആണെന്നൊക്കെ ഇങ്ങനെ നമ്മളെ മുത്തശ്ശിയാണെങ്കിൽ നാഗേന്ദ്രനെ കുറിച്ച് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ നമ്മളെ നയന തിരിച്ച് വന്നിട്ടാണെങ്കിൽ ഫോൺ എടുത്ത് നോക്കുന്ന സമയത്ത് നമ്മളെ മുത്തശ്ശൻ വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളെ നയനയാണെങ്കിൽ അനിയുടെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും കണ്ണ് വെട്ടിച്ചിട്ടൊക്കെ, അനിയുടെ കണ്ണ് വെട്ടിച്ചിട്ടൊക്കെ ഫോണും കൊണ്ട് പുറത്ത് പോകുന്നുണ്ട്. പോയിട്ടാണെങ്കിൽ നമ്മളെ മുത്തശ്ശനൊക്കെ ആയിട്ട് നല്ല രീതിയിലൊക്കെ ചിരിച്ചൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളെ അനിയാണെങ്കിൽ ആകെ ഞെട്ടി ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം അനി ചിന്തിക്കുന്നുണ്ട്, ആഹാ, അപ്പം മുത്തശ്ശനും ഏട്ടത്തിയായിട്ട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല, അവർ നല്ല രീതിയിലാണല്ലോ സംസാരിക്കുന്നത്, അപ്പോൾ പിന്നെ എന്തിനാ ആദർശേട്ടൻ്റെ അടുത്ത് മാത്രം ഇങ്ങനെ ഒളിച്ചു വെക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ നമ്മൾ അനി ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ അനിയുടെ മനസ്സിൽ ഇങ്ങനെ സംശയങ്ങൾ വരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പം മുത്തശ്ശനാണെങ്കിൽ ആദർശേട്ടൻ്റെ അടുത്തും സംസാരിക്കുന്നുണ്ട്, ഇനിയിപ്പം ഞങ്ങൾ അറിയാതെയൊക്കെ ഇപ്പം നയനേടത്തിയെ വിളിക്കുന്നുണ്ടെങ്കിൽ സംസാരിക്കുന്നുണ്ടോ എന്നൊക്കെ ഒരു സംശയങ്ങളും കാര്യങ്ങളുണ്ട്. അപ്പം ഞങ്ങൾക്കൊക്കെ മുമ്പിലാണ് മുത്തശ്ശൻ ഇങ്ങനെ ആദർശേട്ടൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നതെന്നൊക്കെ ഉള്ളൊരു സംശയം കാരണം നമ്മൾ അനിയുടെ മനസ്സിലിങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നയനയാണെങ്കിൽ പിന്നെ മുത്തശ്ശൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എന്തായാലും നമ്മൾ ആഘോഷമാണ് മുത്തശ്ശ, എന്തായാലും ഈ ഒരു വിജയം നമുക്ക് കിട്ടിയെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിലും മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്തായാലും മോളെ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇവിടെ എന്തായാലും തിരിച്ച് വന്നിട്ട് ഇതെല്ലാം നമുക്ക് വലിയ വിജയമായിട്ട് നമുക്കൊക്കെ ആഘോഷിക്കണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം മുത്തശ്ശൻ പറയുന്നത്, എന്തായാലും മോളെക്ക് സപ്പോർട്ട് ചെയ്ത് എന്തായാലും ഒരിക്കലും ഞാനിവിടെ ഈ ഒരു വിജയത്തിനെ കുറിച്ച് സംസാരിക്കത്തില്ല എന്നൊക്കെ ഇങ്ങനെ നമ്മളെ മുത്തശ്ശനാണെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് പിന്നെ അതെല്ലാം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നയനയും മുത്തശ്ശനും ഫോണൊക്കെ വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ നയന തിരിഞ്ഞ് നോക്കുന്ന സമയത്ത് നമ്മൾ അനി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം ഇനി നയന ചിന്തിക്കുന്നുണ്ട്, ഇനിയിപ്പം അനി കേട്ട് കാണുമോ ഞാൻ മുത്തശ്ശൻ്റെ അടുത്ത് സംസാരിച്ചതെന്നൊക്കെ ഉള്ളൊരു സംശയം നയനയുടെ മനസ്സിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ അനി ചോദിക്കുന്നുണ്ട്, ആരാ ഏട്ടത്തി വിളിച്ചതെന്ന് ചോദിക്കുമ്പം അത് മുത്തശ്ശൻ്റെ ഫോണിൽ നിന്ന് മുത്തശ്ശിയാ വിളിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ അനി പറയുന്നത്, അതിന് ഏട്ടത്തി സംസാരിച്ചത് മുത്തശ്ശൻ്റെ അടുത്താണല്ലോ, പിന്നെന്താ ഏട്ടത്തി ഇങ്ങനെ പറയുന്നതെന്നൊക്കെയുള്ള ചിന്ത വരുന്നുണ്ട്. നമ്മൾ നയനയാണെങ്കിൽ അനിയടുത്ത് ചോദിക്കുന്നുണ്ട്, നീ എന്താ എന്താണ് ഞാൻ സംസാരിച്ച കേട്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ അനി പറയുന്നേ ഇല്ല, ഞാനൊന്നും കേട്ടതൊന്നുമില്ല, ഞാനാണെങ്കിൽ ഇപ്പോൾ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ, ഏട്ടത്തിയെ തിരഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഏട്ടത്തി കണ്ടില്ല, അങ്ങനെ ഞാനിപ്പോൾ ഏട്ടത്തി അന്വേഷിച്ച് ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഏട്ടത്തി ഇവിടെ നിന്ന് ഫോൺ ചെയ്ത് ഞാൻ കണ്ടേന്നൊക്കെ ഇങ്ങനെ നമ്മൾ അനി കള്ളത്തരമൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ നമ്മളെ നയനയാണെങ്കിൽ ആകെ ചമ്മിയൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വീഡിയോസ് ആയിട്ടൊക്കെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഒന്ന് ഹൈപ്പ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.